കാസർഗോഡ് പൈവളികയിൽ നിന്ന് കാണാതായ പെൺകുട്ടിയും യുവാവും മരിച്ച നിലയിൽ വീടിന് സമീപത്ത് തന്നെ പെൺകുട്ടിയുടെ വീടിന് സമീപത്ത് തന്നെയാണ് പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ മൃതദേഹം കണ്ടെത്തുന്നത്. ഫൈസൽ വീണ്ടും ചേരുകയാണ്. ഫൈസൽ, പോലീസിന്റെ നടപടിക്രമങ്ങൾ അവിടെ എങ്ങനെ തുടരുന്നു? വിവരങ്ങൾ എങ്ങനെയാണ്? നിമ്മി, ഇപ്പോൾ നടപടിക്രമങ്ങൾ തുടരുകയാണ്. ഇതുവരെയും മൃതദേഹങ്ങൾ താഴെ ഇറക്കിയിട്ടില്ല. ഈ ഫോറൻസിക് ഒപ്പം തന്നെ ഡോഗ് സ്ക്വാഡ് എത്താനുള്ള കാത്തിരിപ്പിലാണ്. നമുക്ക് ഈ പെൺകുട്ടിയുടെ വീടിന് ഏകദേശം 200 മീറ്റർ അകലെയുള്ള ഒരു അക്കേഷ്യ കാട്ടിലെ അക്കേഷ്യ മരത്തിലാണ് ഈ 2 മൃതദേഹങ്ങൾ. പെൺകുട്ടിയൊപ്പം തന്നെ പ്രദീപ് എന്ന് പറയുന്ന ഈ പ്രദേശക്കാരൻ തന്നെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വളരെ അടുത്ത് തന്നെയാണ്. നമുക്ക് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കാണാൻ ഈ കാറുകളും വണ്ടികളൊക്കെ നിർത്തിയിട്ടിരുന്ന ആ ഒരു സ്ഥലത്താണ്, ഒരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിന് അടുത്ത് തന്നെ, വളരെ അടുത്ത് തന്നെയാണ് ഈ അക്കേഷ്യ മരങ്ങളൊക്കെ ഉള്ള സ്ഥലമുള്ളത്. പക്ഷേ ഇത്രയും കാലം ഈ ഭാഗത്ത് കൂടിയൊക്കെ ഇന്ന് രാവിലെയും തെരച്ചിൽ നടത്തിയിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ആർക്കും അത് പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് മണമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. കഴിഞ്ഞ മാസം 12-ാം തീയതിയാണ് ഈ പെൺകുട്ടിയെയും ഇയാളെയും കാണാതാകുന്നത്. അന്ന് തന്നെ പോലീസിൽ ഈ മാതാപിതാക്കൾ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഇവിടെ ഫോൺ ഉപേക്ഷിച്ച് മറ്റെങ്ങോട്ടെങ്കിലും കടന്നതായിരിക്കാം എന്നുള്ള ഒരു നിഗമനത്തിലായിരുന്നു ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. പോലീസ് ആദ്യഘട്ടത്തിൽ ഈ പ്രദേശത്ത് ചുരുങ്ങിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തി, പിന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും നടത്തിയിരുന്നു. പക്ഷെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് മാധ്യമങ്ങളിലൂടെ വലിയ രീതിയിൽ വാർത്തകൾ വന്നതോടുകൂടിയാണ് ഇന്ന് വിപുലമായ രീതിയിൽ തന്നെ ഒരു പരിശോധന നടത്താൻ പോലീസ് സംഘം തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് വിവിധ സ്റ്റേഷനിൽ, കുമ്പള സ്റ്റേഷൻ പരിധിയിലാണുള്ളത്. കുമ്പള ഇൻസ്പെക്ടറാണ് ഇതിന്റെ അന്വേഷണം നടത്തുന്നത്. കുമ്പള ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു വലിയ സംഘം, അതായത് കുമ്പള, ബദിയടുക്ക, മഞ്ചേശ്വരം, കാസർഗോഡ് വനിത, കാസർഗോഡ് ട്രാഫിക് തുടങ്ങിയ സ്റ്റേഷനുകളിലെ പോലീസുകാർ, ഒപ്പം തന്നെ 3 ഇൻസ്പെക്ടർമാർ, ഒരു ഡിവൈഎസ്പി അടക്കമുള്ളവരൊക്കെ തന്നെ ഇവിടെ എത്തിയിരുന്നു. അങ്ങനെ വിപുലമായ രീതിയിലുള്ള ഒരു പരിശോധന തുടരുന്നതിനിടെയാണ് ഈ പെൺകുട്ടിയുടെ വീടിന് അടുത്ത് വെച്ച് തന്നെ ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഡിവൈഎസ്പി സുനിൽകുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ എപ്പോഴും പൂർത്തിയാക്കാൻ പറ്റും? അല്ല, ഇനിയിപ്പോൾ ഞങ്ങൾ ഈ 2 ബോഡീൻ്റെ ഇൻക്വസ്റ്റ് ചെയ്യേണ്ടി വരും. ഇൻക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ്മോർട്ടത്തിനയക്കും. പിന്നെ മറ്റ് അന്വേഷണ നടപടികൾ. നേരത്തെ ഇവിടെ പരിശോധന നടത്തിയെന്ന് പറയുന്നത് എന്തുകൊണ്ടൊരു മണം പോലും ഉണ്ടായിരുന്നില്ല? അങ്ങനെ എന്തൊരു സാഹചര്യം? ചൂടുകാലം ആയതുകൊണ്ടാണ് അങ്ങനെ? ഇത്ര അടുത്ത്, ഇപ്പോൾ ഗ്രൗണ്ട് ഇത്ര അടുത്തല്ലേ? വലിയൊരു ഏരിയ അല്ലേ, മാത്രമല്ല വീടുകൾ കുറവാണല്ലോ. പിന്നെ അന്ന് വളരെ അന്ന് ആൾക്കാരും കുറച്ച് കുറവായിരുന്നു, പോലീസുകാരും ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് പിന്നെ കുറേ നാട്ടുകാരെ, എല്ലാ ക്ലബ്ബുകാരുടെയും മറ്റെല്ലാം സഹായങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെട്ടു. അവർ നല്ല രീതിയിൽ ഞങ്ങളെ സഹായിച്ചു. അതുകൊണ്ട് ഇതൊരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ റിസൾട്ടാണ്. പര്യവസാനം എങ്ങനെയാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ട്? അല്ല, എങ്ങനെയാവുമെന്ന് വിചാരിച്ചില്ല. നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴും അവരെ ജീവനോടെ ഉണ്ടാവണമെന്നുള്ള ആഗ്രഹമായിരുന്നു എല്ലാവരും മനസ്സിലാവും. സംഭവം ഇങ്ങനെ മൊബൈൽ ഫോണുകൾ കണ്ടെത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു സെർച്ച് നടത്തുന്നത്. അല്ല, മൊബൈൽ ഫോണുകൾ പിന്നെ ലൊക്കേഷനായിട്ട് കണ്ടെത്തിയതുകൊണ്ട് അതിൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ ദീപക്കും ശിവനും കൂടിയിട്ട് ഇന്നലെ ഇതാക്കി അതിൻ്റെ ഡയഗ്രാം വലിച്ചിട്ടാണ് നമ്മൾ ഇന്ന് രാവിലെ സെർച്ചിന് തുടങ്ങിയത്. ആ ഒരു പിന്നെ അസംഷൻ കറക്റ്റായിട്ട് വന്നു. ഇവർ രണ്ടുപേരുമാണ്, ഈ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവർ രണ്ടുപേരുമാണ് ദീപക് ശിവൻ. ഇവർ രണ്ടുപേരാണ് ഈ ലൊക്കേഷൻ ട്രേസ് ചെയ്യുന്ന സംഘത്തിലുള്ളത്. അവർക്ക് സംസാരിക്കാൻ പറ്റുമോ എന്നറിയില്ല. എന്താണ് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ട്രേസ്? ഇല്ലില്ല, അങ്ങനെയല്ല. നമ്മൾ ട്രേസ് ചെയ്താൽ നമ്മൾ സാധാരണ ഇതിൻ്റെ കോൾ ഡീറ്റെയിൽസ് നോക്കിയാൽ ഉണ്ടായതാണ്. അവർ പിന്നെ വൈകുന്നേരം വരെ കുറച്ച് ഇവിടെ ഈ ഭാഗത്ത് തന്നെ കിട്ടിയിരുന്നു. പിറ്റേ ദിവസം കഴിഞ്ഞിട്ടും വൈകുന്നേരം വരെ. അതായത് 12-ാം തീയതി നമ്മൾ അവസാനിക്കുന്നു, 13-ാം തീയതിയും കിട്ടിയില്ല. 13-ാം തീയതി അല്ല, 12-ാം തീയതി വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. ഇവിടെ തന്നെ ലൊക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പരിസരത്ത് തന്നെ ഉണ്ടാവാനുള്ളൊരു ഇതുണ്ടായിരുന്നു. മൊബൈലെങ്കിലും ഇവിടെ കിട്ടുന്നുള്ള ഒരു ഇതാണ് പ്രതീക്ഷയിലാണ് ഉണ്ടായിരുന്നത്. മൂവ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല മൊബൈൽ ഇവിടെ തന്നെ ഇല്ല. അതായത് തലേന്ന് രാത്രി മുതൽ, അതായത് 11-ാം തീയതി രാത്രി മുതൽ ഒരേ സെൽ ID ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സെൽ ID ബേസ് ചെയ്തിട്ട് അതിൻ്റെ അസിമുത്ത് ഡയറക്ഷൻ നോക്കിയിട്ടായിരുന്നു നമ്മൾ വർക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ സ്പോട്ടിൽ വന്ന് നോക്കി, ഇവിടെയും സെയിം സെൽ ID തന്നെയാണുള്ളത്. അങ്ങനെ നമ്മൾ ഈ ഭാഗത്ത് തന്നെ ഒന്നുകൂടെ തറവ് സെർച്ച് ചെയ്യാൻ വന്നു. പിന്നെ ബാക്കി DVSPR ആണ് കംപ്ലീറ്റ് സബ് ഡിവിഷൻ മൊത്തം മൊബിലൈസ് ചെയ്ത് കംപ്ലീറ്റ് പോലീസുകാർ, കംപ്ലീറ്റ് നാട്ടുകാരും എല്ലാവരും കൂടെ വന്നിട്ടാണ് ഇന്നിപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആക്കുന്നത്. ഇതിപ്പോൾ കണ്ടൊരു ന്യൂസ് വന്നിട്ട് 2025 മാർച്ച് 9-ാം തീയതി കണ്ടൊരു ന്യൂസാണ്. കാരണം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ ഇരുന്നൊരു വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ കണ്ടൊരു വീഡിയോ ആയിരുന്നു. ഒരു 5 മിനിറ്റ് മുമ്പ് ഞാൻ ഈ വീഡിയോ കാണുമ്പോൾ ആകെ ഒരു പോസ്റ്റ് ചെയ്തൊരു 10 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ എന്തോ ഒരു ഭയങ്കര വിഷമമുള്ള സംഭവം തോന്നി.
കാരണം 26 ദിവസം മുന്നേ കാണാതായ ഒരു കുട്ടിയുടെയും ഒരു മൃതദേഹം കണ്ടെത്തി എന്നുള്ളൊരു ന്യൂസായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ 2025 തുടങ്ങിയിട്ട് എല്ലാ ദിവസവും ഓരോരോ ദിവസം തോറും ഓരോരോ ബാഡ് ന്യൂസുകൾ മാത്രം. കാരണം ഇപ്പം ഇന്നലെ മിനിഞ്ഞാന്ന് കോഴിക്കോട് കണ്ട MDMA കേസ്, അങ്ങനെ ഒരു ലഹരി, അത് ഇത്, പിന്നെ ട്രോളുകളാണെങ്കിൽ പോലും ലഹരിനെ കുറിച്ചിട്ടും 2K കിഡ്സിൻ്റെ ക്രൂരതകളെ കുറിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു 2025 തുടങ്ങിയിട്ട് ആകെ ഒരു പോസിറ്റീവ് ന്യൂസ് നമ്മൾ കണ്ടത് നമ്മുടെ ഉണ്ണിക്കണ്ണൻ മംഗൽ ഡാം മുപ്പര് വിജയനെ കണ്ട ഒരു ന്യൂസ് മാത്രമാണ് തോന്നുന്നു 2025 ആകെ കണ്ട ഒരു പോസിറ്റീവ് ന്യൂസ്. ബാക്കിയെല്ലാം ഒരു നെഗറ്റീവ് മാത്രമാണ്. ഇനി എന്തൊക്കെ വരാൻ കിടക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഒരുപാട് വിഷമ കാര്യങ്ങളുണ്ട് ഇങ്ങനത്തെ ന്യൂസുകൾ കാണുമ്പോൾ. ഓരോ ദിവസം തോറും ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ.